ശശി തരൂർ എംപിയുടെ നിലപാടുകൾ കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പരസ്യമായ പ്രതികരണത്തിന് നേതാക്കന്മാർ ഇറങ്ങിയിട്ടില്ലെങ്കിലും വിഷയം ശക്തമായി കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയും പാകിസ്ഥാന്റെ ഭീകരവാദവും എല്ലാം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ പോകുന്ന പ്രത്യേക ദൗത്യ സംഘത്തിനെ തരൂർ നയിക്കുന്നത് കോൺഗ്രസിന്റെ എതിർപ്പ് പോലും മറികടന്നുകൊണ്ടാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലും അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി തരൂർ ലോകം ചുറ്റുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് സമ്മാനിക്കുന്ന മാനക്കേടും വലുതാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായതിന്റെ പശ്ചാത്തലവും ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങളും വിദേശ രാജ്യങ്ങളുമായി വിശദീകരിക്കാനും അവരുടെ പിന്തുണ നേടാനും ഇന്ത്യ അയക്കുന്ന പ്രതിനിധികളുടെ സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം കോൺഗ്രസിനകത്ത് ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിർദ്ദേശമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ തരൂരിനെ സമിതിയിൽ ഉൾപ്പെടുത്തിയത്. കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പ്രതിനിധികളുടെ പേരുകൾ തള്ളിയാണ് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതും. 7 സംഘങ്ങളാണ് വിദേശ പര്യടനം നടത്തുന്നത്. ഇതിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ തീരുമാനം ഇരു പാർട്ടിക്കുള്ളിലും ചർച്ചയായിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസിനും BJPക്കും ഇടയിലെ അടുത്ത വഴക്കിനാണ് കേന്ദ്രം തിരുകൊളുത്തി വിട്ടത്. അത് ചെറുതായി പുകഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാക്കളായ ശശി തരൂറും കനിമൊഴിയുമായിരിക്കും ഭരണസഖ്യത്തിലെ അംഗങ്ങളായ രവിശങ്കർ പ്രസാദ്, സഞ്ജയ് ഷാ എന്നിവരോടൊപ്പം 7 സർവകക്ഷി സംഘങ്ങളെയും നയിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിനായി നിർദ്ദേശിച്ചിരുന്ന പ്രതിനിധി സംഘത്തിലെ 4 MPമാരിൽ ശശി തരൂർ ഇല്ലാതിരുന്നതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കത്തിന്റെ സത്യസന്ധത ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുൻപെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരണുപോലും മാറാൻ കോൺഗ്രസ് തയ്യാറല്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കുകയാണ്. തങ്ങളോട് പേരുകൾ ചോദിച്ച പ്രകാരം നൽകിയ പേരുകൾ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ PIBയുടെ പത്രക്കുറിപ്പ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്നും തരൂർ പറഞ്ഞു. 4 പേരുകൾ ചോദിക്കുകയും 4 പേരുകൾ നൽകുകയും മറ്റൊരു പേര് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ സത്യസന്ധമല്ലാത്ത നീക്കമാണെന്നും കുറ്റപ്പെടുത്തലുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ തീരുമാനമെടുത്തതിനു ശേഷം റിജു രാഹുൽ ഗാന്ധിയുമായി ഖാർഗെയുമായും സംസാരിച്ചിരുന്നു. മുൻകൂട്ടി നിർദ്ദേശിച്ച പേരുകളിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല എന്നും ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിനിധി സംഘത്തിലേക്കുള്ള പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി കിരൺ റിജുവിന് കത്തയച്ചത്. നിരവധി നേതാക്കളാണ് ഇതിനകം ശശി തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്നതും. കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത് അസൂയയാണെന്ന് BJP വാദിച്ചു. BJPയുടെ ദേശീയ വിവര സാങ്കേതിക വകുപ്പിന്റെ ചുമതലയുള്ള അമിത് മാളവ്യ എക്സ് പോസ്റ്റിൽ ശശി തരൂരിന്റെ വാക്ചാതുര്യം, ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല അനുഭവം, വിദേശ നയത്തിലെ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ഉൾക്കാഴ്ച എന്നിവയെ പ്രശംസിക്കുകയും ചെയ്തു. ഇത്രയും പ്രഗത്ഭനായ ഒരു നേതാവിനെ എന്തുകൊണ്ട് കോൺഗ്രസ് നിർദ്ദേശിച്ചില്ലെന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശശി തരൂരിനോടുള്ള അസഹിഷ്ണുതയും അസൂയയും കൊണ്ടാണെന്നാണ് അമിത് മാളവ്യ ആരോപിച്ചു വെക്കുന്നത്.